മലപ്പുറം താനൂരിൽ നിന്ന് നാടുവിട്ട പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൗൺസിലിംഗ് നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പിന്തുണാ സംവിധാനം ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിനെയും സ്കൂൾ അധികൃതരെയും മന്ത്രി അഭിനന്ദിച്ചു. ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങൾ നൽകും. ഗോപാൽ, ഈ സംഭവത്തെ വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് കണ്ടത്, ഇനി എങ്ങനെയാണ് കാണാൻ പോകുന്നത്? സൈഫുദ്ദീൻ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ടതില്ല. കാരണം അത്തരത്തിലേക്കൊരു ഇടപെടൽ, അതായത് ഈ കുട്ടികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കാര്യമായൊന്നും ചെയ്യാനില്ലായിരുന്നുവെങ്കിലും അതിനുശേഷം കുട്ടികളെ തിരിച്ചെത്തിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്താനാണ് തീരുമാനം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികളെ കാണാതായത്. തുടർന്ന് വലിയ പരിശോധനയ്ക്കൊടുവിൽ കഴിഞ്ഞ ദിവസം മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ലോണാവാലയിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തിയിരുന്നു. ആ വിഷയത്തിൽ ഇപ്പോൾ ആദ്യം ഈ അന്വേഷണം നടത്തിയ കേരള പോലീസിനെയും വിവരങ്ങളെ രക്ഷിതാക്കളെയും പോലീസിനെയും യഥാസമയം അറിയിച്ച സ്കൂൾ അധികൃതരെയും അഭിനന്ദിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള കൗൺസിലിംഗ് അടക്കമുള്ള പിന്തുണാ സംവിധാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തും. അതിൽ ഏതരത്തിലാണ്, അതായത് മനഃശാസ്ത്ര വിദഗ്ധരെയും അതോടൊപ്പം തന്നെ ഈ തരത്തിൽ കൗൺസിലിംഗ് ചെയ്യുന്ന കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്ത വിദഗ്ധരെയും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ കൗൺസിലിംഗ് നടപടിക്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക. അതിനുവേണ്ട പിന്തുണാ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്.